ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിനെ കുറിച്ചാണ്. അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്കൗണ്ടിങ് പ്രോസസ്സ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി പ്രോസസ്സ് എപ്പോഴും ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റിക്കും പരസ്പരം കണക്റ്റഡായി കിടക്കുന്നതാണ്. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അക്കൗണ്ടിങ്ങും എന്താണ്? ഒരു പ്രോസസ്സാണ്. സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അക്കൗണ്ടിങ് പ്രോസസ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ആദ്യമായി നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതാണ് സ്റ്റെപ്പ് 1. ദെൻ നമ്മൾ അതിനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് നമ്മൾ കൊണ്ടുവരും. ദിസ് ഈസ് ഫേസ് 2. ജേണലിൽ നിന്ന് നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ ആണ്. നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു തേർഡ് സ്റ്റെപ്പിൽ. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ട്രയൽ ബാലൻസ് നമ്മൾ ചുരുക്കി TB എന്ന് പറയാറുണ്ട്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും ഫോർത്ത് സ്റ്റെപ്പിൽ. ട്രയൽ ബാലൻസ്. ദെൻ ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കാണ് കിടക്കുന്നത്. അപ്പം ഒന്നാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇത്രയാണ് ഫേസ്. അതായത് ഇത് 6th സ്റ്റെപ്പാണ്. ഇനിയും മുന്നോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, ഇനി ഓരോ കാര്യത്തെയും നമുക്ക് എന്താണ് ഓരോ സ്റ്റെപ്പും എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു എൻഷുർ വെദർ ഇറ്റ് ഈസ് ഇക്കണോമിക്കലി മെഷറബിൾ ആണോ, മോണിറ്റർലി മെഷറബിൾ ആണോ. ഇഫ് യെസ്, ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. അങ്ങനെ ഇക്കണോമിക്കലി മോണിറ്റർലി മെഷറബിൾ ആയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ നമ്മൾ ബിസിനസിന്റെ പ്രാഥമിക ബുക്കായിട്ടുള്ള പ്രൈമറി ബുക്കായിട്ടുള്ള ജേണലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. എന്താണ് പ്രൈമറി ബുക്ക് ഓഫ് ബിസിനസ്? അതാണ് ജേണൽ. സോ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ജേണലിലേക്ക് മാറ്റും. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ട്രാൻസാക്ഷൻ ഇൻ ടു ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. എന്താണ് ജേണലാക്കുന്നു. ട്രാൻസാക്ഷനെ നമ്മൾ ജേണലാക്കുന്നു. സോ ത്രൂ ജേണലൈസിങ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് പ്രൈമറി ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ പ്രൈമറി ബുക്കിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ലെഡ്ജർ പ്രിപ്പറേഷൻ, ലെഡ്ജറിലേക്ക് മാറ്റുന്നു. ഓൺ ദ ബേസ് ഓഫ് സിമിലാരിറ്റീസ്. ലെഡ്ജർ എന്ന് പറയുന്നത് ഈസ് എ പ്ലേസ് വേർ സിമിലർ കൈൻഡ് ഓഫ് ഐറ്റംസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. ഒരേപോലെയുള്ള കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഒരേപോലെയുള്ള കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. സോ ഈ പ്രൈമറി ബുക്കായ ജേണലിൽ നിന്ന് സിമിലർ കൈൻഡ് ഓഫ് ഐറ്റംസ്, ഒരേപോലെയുള്ള കാര്യങ്ങളെ പ്രത്യേകം ലെഡ്ജറിലേക്ക് നമ്മൾ മാറ്റുന്നു. അതിനെ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ത്രൂ പോസ്റ്റിംഗ് ജേണലിൽ നിന്ന് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു. സോ ലെഡ്ജർ ബാലൻസ് ചെയ്ത ശേഷം അതിൻ്റെ അരിത്തമെറ്റിക്കൽ അക്യുറസി, സംഖ്യാപരമായ കൃത്യത നമ്മൾ
എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. സോ ട്രയൽ ബാലൻസ് ഇസ് എ പ്ലേസ് വേർ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ദി അക്കൗണ്ട്സ് വിൽ ബി ചെക്ക്ഡ്. അവിടെ നമ്മൾ അരിത്തമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് പോസിറ്റീവ് സിഗ്നൽ ലഭിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നു. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. ദാറ്റ് ഈസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതാണ് നമ്മൾ നോർമലി ഒരു സോൾ ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. സോ in case of trading and profit and loss account, trading and profit and loss account prepare ചെയ്യുന്നത് to know whether we are in profit or loss. നമ്മൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അക്കൗണ്ട് ആണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടുമായിട്ട്, അതിൻ്റെ റിസൾട്ട് മീൻസ് നത്തിങ് ബട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. സോ വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, യു ഹാവ് ടു മെയിൻറ്റെയിൻ ഓർ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, വിച്ച് മീൻസ് ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാനാണ്. Whereas balance sheet is prepared to know financial position of the business. So these are the stages or phases of accounting process. Rewind ചെയ്യാം. ഫസ്റ്റ് ഫേസിൽ we have to record transactions. Transactions record ചെയ്യുന്നു. We have to check whether it is economically or monetarily measurable. അത് ഓക്കെ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ജേണൽ ത്രൂ ജേണലൈസിങ്. ജേണലൈസിങ്ങിലൂടെ നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ജേണലിൽ നിന്ന് ഓൺ ദ ബേസ് ഓഫ് സിമിലാരിറ്റി നമ്മൾ പോസ്റ്റിങ്ങിലൂടെ നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു. ലെഡ്ജർ ബാലൻസിനെ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ടു ചെക്ക് അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ദി account, to check the arithmetical accuracy of the account. So after confirming the accuracy, we can prepare trading and profit loss account and balance sheet. അതിനുശേഷം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ദിസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇസ് പ്രിപ്പയർ ടു നോ ഫിനാൻഷ്യൽ റിസൾട്ട്. ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. whereas finally the balance sheet is prepared to know the financial position. So that's all about accounting process. Thank you.